തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ ഭരണം, കേരളത്തിൽ മുസ്ലിം ഭരണമെന്ന് ശ്രീ ടി ജി മോഹൻദാസ് ഒരു കടുത്ത ഹിന്ദുത്വ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വയുടെ ഭാഗത്തുള്ള ചിന്തകനാണ്. എന്നോടുള്ള ദേഷ്യം കാരണം കൂടെ അർത്തിങ്കൽ ക്രിസ്ത്യൻ പള്ളി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും ഈ വാവരും വെളുത്തയും അയ്യപ്പനും എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവരും ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തേ എന്ന് പറയുന്നതിന്റെ ദേഷ്യം കൂടി ക്രിസ്ത്യൻ പള്ളി പൊളിക്കണമെന്ന് പറയുകയും അതിന് പോലീസ് കേസൊക്കെ ഉണ്ടായതാണ് ടി ജി മോഹൻദാസ്. ടി ജി മോഹൻദാസിനെ ഒരുപാട് വർഷം അദ്ദേഹം ചാനലിൽ വന്ന് ഹിന്ദുത്വ സർക്കിൾസിൽ താരമാകുന്നതിന് മുമ്പേ അറിയാം. പക്ഷെ ഇതൊരു മാനസിക പ്രശ്നമാണ്. അതായത് ആൾക്കാർ ബഹുസ്വരത അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. ശ്രീ വിജയ് എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയാണ് ഭരിക്കുന്നത്. അവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് ഭരിക്കുന്നത്. കേരളത്തിൽ UDF എന്ന സംവിധാനം ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എല്ലാം കൂടി ഉള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വർഗീയതയെ തോൽപ്പിക്കണമെങ്കിൽ മതേതരത്വം കൊണ്ടാവില്ലെന്ന് പറയുന്നതിന്റെ കാരണം, എന്നും വർഗീയവാദികൾ നിരന്തരമായി അവർ മാത്രമാണ് ഹിന്ദുക്കളെന്നോ ഹിന്ദുത്വവാദികളെന്നോ ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്നോ ബാക്കിയുള്ളവരെല്ലാം അതറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ തിരിച്ച് മതസൗഹാർദ്ദത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് ചേർന്നാണ് ഈ നാട് ഭരിക്കുന്നത്, ഈ നാടിന്റെ കൊടിയടക്കം എല്ലാം അങ്ങനെയാണ് എന്ന തിരിച്ചറിവ് കൊടുത്താൽ മാത്രമേ ഈ വർഗീയത ഇല്ലാതാവൂ. ശ്രീ ടി ജി മോഹൻദാസിന്റെ വാദം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ശ്രീ വിജയുടെ ആ രസകരമായ ആവേശം ജനിപ്പിക്കുന്ന നമ്മുടെ വിജയുടെ ഇതൊന്ന് കാണാം. വിജയുടെ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി എടുത്തോട്ടെ, അത് കാണേണ്ടതാണ്. ഓരോ ഇന്ത്യക്കാരനും സന്തോഷം തോന്നുന്ന, തമിഴ്നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷം തോന്നുന്ന, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഗൂസ്ബംസ് രോമാഞ്ചം. சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் രോമാഞ്ചം. இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் ഇന്ത്യയുടെ ഒരുമയെ നിലനിർത്തും. അതാണ് நாட்டு அரசின் முதலமைச்சர் உண்மையாகவும் உளச்சான்றின்படியும் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி சினிமையில விஜய் விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையோடு செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். രോമാഞ്ചം. വിജയുടെ അച്ഛൻ കണ്ണീർ തൂക്കി പോകുന്നതാണ്. അവിടെയാണ് ഈ നാടിന്റെ നന്മയും മനോഹാരിതയും എന്ന് ഈ ഹിന്ദുത്വവാദികൾ തിരിച്ചറിയുന്നില്ലതാണോ പ്രശ്നം. ഇതിൽ നമ്മുടെ ടി ജി മോഹൻദാസ് ജി വിജയ് യഥാർത്ഥത്തിൽ വന്നാൽ അത് ഇവാഞ്ചലിക്കൽ ഭരണമാണ്, ജീസസ് ഈസ് കമ്മിങ്, ഇതൊരു ക്രിസ്ത്യൻ ഓപ്പറേഷനാണ്, ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് ഇവാഞ്ചലിക്കൽ ഭരണമാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാണത്. എന്ത് ചെയ്യാനെന്നുള്ളതാണ്. അത് ഇവാഞ്ചലിക്കൽ ആണെങ്കിൽ ഇന്ന് കേരളം യഥാർത്ഥത്തിൽ മുസ്ലിം ഭരണത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളം മുസ്ലിം ഭരണത്തിൽ. ഇത് ഒരുതരം ഈ അപരത്വത്തെ തിരയുന്ന ഹിന്ദുത്വമാണ്, ശത്രുവിനെ തിരയുന്ന ഹിന്ദുത്വമാണ്. ഇത് അർത്ഥശൂന്യമാണ്. പുള്ളി പറയുന്ന വാദങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. യാതൊരു മെറിറ്റുമില്ല. അതായത് വിജയുടെ ഓപ്പറേഷൻ ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ഓപ്പറേഷനാണ്, ക്രിസ്ത്യൻ ഗൂഢാലോചന നടത്തിയാണ് വിജയ് കയറിയത്. എന്നാൽ നേരെ തിരിച്ചാലോചിച്ചു, കേരളത്തിൽ മുസ്ലിം ഭരണമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടി ഭരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികളായവരും വിശ്വാസികളല്ലാത്തവരും. ഈ ബഹുസ്വരതയെ പലപ്പോഴും ഹിന്ദുത്വത്തിന് നേരിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഒരു ശത്രുവിനെ വേണ്ടത്. ക്രിസ്ത്യൻ എന്ന ശത്രു, മുസ്ലിം എന്ന ശത്രു, ഏതെങ്കിലും അപ്പുറത്ത് ഒരു ശത്രുവിനെ അവർക്ക് വേണം. അവർക്ക് ഈ ബഹുത അല്ലെങ്കിൽ വിവിധത, ബഹുസ്വരത, പ്ലൂറലിസം അതിനോട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ മാത്രമേ ഹിന്ദുത്വം പരാജയപ്പെടുകയുള്ളൂ. അതാണ് ഗാന്ധിജി ബോധപൂർവ്വം നമ്മുടെ കൊടി പോലും 3 നിറങ്ങളാക്കിയത്. എന്തായാലും ശ്രീ ജോസഫ് വിജയ് നമ്മുടെ നാടിന്റെ അഭിമാനമാകട്ടെ. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങളിലൊന്ന്, രാഹുൽ ഗാന്ധിയും വിജയും കൂടി ഇരിക്കുന്ന രണ്ടുപേരും 50കളിലാണ്, രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ യങ് ആണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ മാറ്റങ്ങളിലൂടെ ഇന്ത്യയിൽ ഈ ഹെയ്റ്റ് പൊളിറ്റിക്സ് ഇല്ലാതാകട്ടെ. അത് ഇസ്ലാമിസ്റ്റ് ഹെയ്റ്റ് പൊളിറ്റിക്സും ഹിന്ദുത്വ ഹെയ്റ്റ് പൊളിറ്റിക്സും ക്രിസ്ത്യൻ ക്രിസംഗി ഹെയ്റ്റ് പൊളിറ്റിക്സും ഇല്ലാതെ സാഹോദര്യത്തിന്റെ ഒരുമയുടെ മഹാത്മാഗാന്ധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ. ഇന്ത്യൻ ഭരണം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കും. ജയ് ഹിന്ദ്.